ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഴ്ചയിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അച്ചമ്മ എല്ലാവരെയും കൊണ്ട് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. തറവാട്ട് വീട്ടിലും പോകണം, അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിലും പോയി അവിടെ വെച്ച് വിക്രത്തിൻ്റെയും വേദയുടെയും മാലയിടിയിൽ ചടങ്ങൊക്കെ നടത്തണം. വിവാഹം നടന്നതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നടത്തണം. അതാണ് കേട്ടോ മുത്തശ്ശിയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് പോയതിൻ്റെ ഇടയ്ക്ക് കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അടിപൊളി സമയങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷം അവരെല്ലാവരും യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, വേറെ ആരുമില്ലെങ്കിലും വേദ മതി എനിക്ക്. അവളാണ് എൻ്റെ പൊന്നുമോള്. ഈ കുടുംബത്തിൻ്റെ, അതായത് സുധാരമാഷിൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും നിലവിളക്കും ഒക്കെ വേദയാണെന്ന് പറയുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രത്തിനെയും വേദയും മറ്റുള്ളവരെ എല്ലാവരെയായിട്ട് മുത്തശ്ശി പോവാണ് കേട്ടോ തറവാട്ടിലേക്ക്. ആ യാത്രയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള സംഭവങ്ങളും ഭയങ്കര രസമുള്ളതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് അത് ഞാൻ എൻ സ്ക്രീനിൽ ഇട്ടേക്കാം, കാണണേ. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും ശാന്തി മുഹൂർത്തമൊക്കെ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അച്ചമ്മ. അങ്ങനെ പറയാണ് സുധാരമാഷിനോട്, ഇവരെ വിവാഹം കഴിച്ചിട്ട് ഇതുവരെ അങ്ങനെ ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിനായിട്ടുള്ള സാഹചര്യവും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാം. അപ്പം ഇവിടെ വച്ചിട്ട് ഈ തറവാട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ ആദ്യ രാത്രി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അച്ചമ്മ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഒരു മണിയറ തന്നെ മച്ചിൻ്റെ മുകളിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ അച്ചമ്മ. അങ്ങനെ അച്ചമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും ഒന്നിച്ച് താമസിച്ച ആ മുറി, അതുപോലെ ആ കട്ടിൽ, അതൊക്കെയാണ് വിക്രത്തിനും വേദയ്ക്കും വേണ്ടിയിട്ട് ഒരുക്കുന്നത്. അങ്ങനെ അച്ചമ്മ കൂടിയിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ബാക്കിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീജയും വിശ്വത്തിനെയാണ് ഏൽപ്പിക്കുന്നത്. ശ്രീജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ശ്രീജ ഭയങ്കര സന്തോഷത്തോടു കൂടി അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിശ്വ അവിടെ നിന്നിട്ട് ശ്രീജയായിട്ട് ചെറുതായിട്ടൊന്ന് റൊമാൻസൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ മനുഷ്യ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴാണോ ഈ റൊമാൻസും കൊണ്ട് വരുന്നത്? അപ്പോൾ വിശ്വം പറയാണ്, ഇപ്പം നീ ഈ മണിയറയൊക്കെ ഒരുക്കുന്നത് കാണുമ്പം നമ്മൾ പണ്ട് ഇവിടെ വന്ന് മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് താമസിച്ചതൊക്കെ ഓർക്കാണ്. നമ്മുടെ ആദ്യരാത്രിയുടെ കാര്യമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്നൊക്കെ പറയുക. അങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ റൊമാൻസ് കണ്ടിട്ട് അച്ചമ്മ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? ഇപ്പോഴാണോ ഒരു റൊമാൻസ്? എടാ, ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രിയല്ല, വിക്രത്തിൻ്റെയും വേദയുടേതാണ്. ഈ മണിയറയൊന്ന് റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിൽക്കുകയാണോ നിങ്ങൾ രണ്ടുപേരും? അപ്പോൾ പെട്ടെന്ന് ശ്രീച്ച് പറയുക, അത് അച്ചമ്മേ, ഇങ്ങനെ വിശ്വേട്ടൻ മതി മണിയറയൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് കുട്ടികൾക്ക് എന്നൊക്കെ അച്ചമ്മ പറയാം. അങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വരികയാണ്. അതേസമയം നമ്മുടെ സുധാകര മാഷിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സുധാകര മാഷ് ആകെപ്പാടെ വെപ്രാളത്തിലാണ്. എന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കമലേ, നീയെങ്കിലും പറ ഇതൊന്നും വേണ്ടെന്ന്. എന്തിനാ ഇപ്പം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു മണിയറയൊക്കെ ഒരുക്കി അവരുടെ ആദ്യ രാത്രിയൊക്കെ ആഘോഷിക്കുന്നത്? അവർ വീട്ടിൽ താമസിച്ചതുപോലെ തന്നെ രണ്ടായിട്ട് താമസിക്കട്ടെ. അപ്പം കമല പറയാണ്, അതെന്താ, അവർ വിവാഹം കഴിച്ചവരല്ലേ, അവർ ഒന്നിച്ച് ജീവിക്കണ്ടേ, അവർക്ക് പുതിയ തലമുറയൊക്കെ ഉണ്ടാവണ്ടേന്ന് ചോദിക്കുക. അപ്പം സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അതെ കമലെ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്നത്? സാധാരണ ഒരു വിവാഹം പോലെ ആയിരുന്നു അവരുടെ വിവാഹം. അങ്ങനെ പൊരുത്തപ്പെട്ടാണോ അവർ ജീവിക്കുന്നത്? വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് വേദ ഇങ്ങോട്ട് പോകുന്നത്. വിക്രമാണെങ്കിൽ ഇപ്പോഴും അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ അവളുടെ വീട്ടുകാർ അവരെപ്പം വേദയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് വെച്ചിരിക്കുക. അങ്ങനെ ഇരു വീട്ടുകാരുടെ അംഗീകാരം ഇല്ലാതെ, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പോലെ അനുവാദം ഇല്ലാതെ നടന്ന ഒരു വിവാഹം എന്ന് പേര്. എന്നിട്ടിപ്പം ആദ്യ രാത്രി ആഘോഷിക്കാനും ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനും ഒക്കെ ആ തള്ളയ്ക്ക് വിവരമില്ലെന്ന് വെച്ച് നീയും കൂടെ എങ്കിലും പറഞ്ഞു കൊടുക്ക്. അപ്പോൾ കമല പറയാണ്, ഞാനോ? നിങ്ങളുടെ അമ്മയോടോ? നിങ്ങളുടെ അമ്മയോട് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെന്താ പറയാത്തത്? മാഷിന് പറഞ്ഞൂടെ അമ്മയോട്? മാഷിനപ്പം പേടിയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അമ്മയുടെ വായി ഇരിക്കുന്നതെല്ലാം കേട്ടോട്ടേന്ന്. അത് നടക്കില്ല. അമ്മ വിചാരിക്കുന്നതേ നടക്കോളൂ എന്നുള്ള കാര്യം മാഷിനറിയാലോ. തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയാണ്.
ഇപ്പോൾ സുധാകരമാഷ് ആകെ തലയ്ക്ക് കൈയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ സംസാരിക്കുകയാണ്. നന്ദിനി പറയാ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്താ ഇവിടെ ഈ നടക്കാൻ പോകുന്നതെന്ന് കണ്ടില്ലേ? ഇപ്പം എല്ലാവരും ആ വേദയുടെ പുറകെയാണ്. ഇനി അവളുടെയും വിക്രത്തിൻ്റെയും കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുക. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് താമസിച്ച് ഒന്നായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോകുമെന്ന് വിചാരിക്കണ്ട. പിന്നെ നമുക്ക് അവിടെ ഒരു വിലയുണ്ടാവില്ല. വിനേട്ടൻ വിചാരിക്കുന്നുണ്ടോ അവൾ അവിടെ നിന്നാൽ നമുക്കവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്? നമ്മുടെ കാര്യങ്ങളും കള്ളത്തരങ്ങളും എല്ലാം ഇപ്പം തന്നെ അവൾ കണ്ടുപിടിച്ച് വച്ചിരിക്കുക. ഇനിയിപ്പം എന്താവും? അവളെപ്പോലെ ഒരു പണക്കാരി അവിടെ വന്ന് താമസിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? നമ്മുടെ കാര്യം എല്ലാം അവതാളത്തിലാവും എന്ന് പറയുകയാണ്. അപ്പം വിനായകൻ പറയുന്നുണ്ട്, എടി അവൾ പണക്കാരിയാണെങ്കിൽ അവൾ താമസിച്ചോട്ടെ, അവൾ വീട്ടിലെ കാര്യങ്ങളും ചിലവുകളും ഒക്കെ നോക്കിക്കോളൂല്ലോ, നമുക്കതൊരു ലാഭമല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നന്ദിനിക്കോ ആകെ ഇഷ്ടമില്ലാതെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴാണ് അച്ചമ്മ ഒരുക്കി നിർത്തിയിരിക്കുക വേദയെ. എന്നിട്ട് മുത്തശ്ശൻ്റെ വീരകഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും അച്ചമ്മയുടെ പഴയ ആഭരണങ്ങളൊക്കെ അണിയിച്ച് ഒരു മണവാട്ടി പെണ്ണിനെ പോലെ സുന്ദരിയായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നാണ് ആദ്യ രാത്രി, മോളത് മറന്നു പോകരുത്, അവനെ വരച്ച വരയിൽ നിർത്തണം. മണിയറയൊക്കെ മുകളിൽ മച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കട്ടില കേട്ടോ, അതുകൊണ്ട് രണ്ടുപേരും തിങ്ങി ഞെരുങ്ങി കിടക്കേണ്ടി വരും. അങ്ങനെ പാലൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാവരും കൂടെ വേദയെ മണിയറയിലേക്ക് പറഞ്ഞു വിടുകയാണ്. വിക്രമാണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, മോളെ വേദേ, നീ മണിയറയിലേക്ക് കയറുന്നതൊക്കെ കൊള്ളാം. അവൻ ഇനി അവിടെ വരുമ്പോൾ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുവോ ദേഷ്യപ്പെടുവോ മണിയറയിൽ നിന്ന് ഇറക്കി വിടുവോ എന്തെങ്കിലും ചെയ്തതേ എന്നെ വിളിച്ചാൽ മതി. ഞാനിവിടെ വെളിയിൽ ഈ കട്ടിലിൽ കിടപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരുടെ മുറിയുടെ പുറത്ത് ഒരു കട്ടിലിൽ അച്ചമ്മ കിടക്കുകയാണ്. അപ്പോൾ വേദയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, അതേ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് നൈറ്റാണ്, ഇത് അച്ചമ്മ തീരുമാനിച്ചതാ. അപ്പം നമ്മുടെ ജീവിതത്തിലെ ആദ്യ രാത്രിയാണിത്. ഇനി നമുക്ക് ഇങ്ങനങ്ങ് അച്ചമ്മ പറഞ്ഞ അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോയാലോ? അപ്പോൾ വിക്രം പറയാണ്, അയ്യേടാ അങ്ങ് നോക്കി ഇരുന്നോണ്ടാ മതി, നിന്റെ ആഗ്രഹം കൊള്ളാവല്ലോടി, അങ്ങോട്ട് മാറി നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് എന്തൊക്കെയോ വേദ പറയുമ്പം വിക്രം അടിക്കാൻ കയ്യൊങ്ങുമൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കയ്യൊങ്ങുമ്പം വേദ, ദേ ഞാനിപ്പോൾ അച്ചമ്മയെ വിളിക്കും, അച്ചമ്മേ ഇത് കണ്ടോ, ദേ ഈ വിക്രമേട്ടൻ എന്നെ തല്ലാൻ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മ അവിടെ നിന്ന് എണീറ്റിട്ട് വാതൊക്കെ വന്നിട്ട് പറയാ, എടാ വിക്രം, എന്താടാ ഇത് ആദ്യ രാത്രി തന്നെ കുട്ടിയോട് വഴക്കുണ്ടാക്കുന്നത്? നീ അല്ലാതെ ആരെങ്കിലും ഇത് ചെയ്യോടാ? എന്തിനാടാ അവളെ തല്ലാൻ ചെല്ലുന്നത്? മര്യാദയ്ക്ക് കിടന്നുറങ്ങടാ, ഞാനിവിടെ വാതിക്കലുണ്ട്. മോളെ വേദേ, ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ അച്ചമ്മ അവിടെ കിടക്കാണ്. പിന്നെയും വിക്രവും വേദയും തമ്മിൽ സ്വരച്ചേർച്ചയൊന്നുമില്ല. കട്ടിലിൽ വേദ കിടക്കാൻ പോകുമ്പം വിക്രം പറയുന്നുണ്ട്, നീ എന്നും താഴെയല്ലേ കിടക്കുന്നത്, ഇന്നും പാവിരിച്ച് താഴെ കിടന്നാൽ മതി, ഞാൻ ഈ കട്ടിലിൽ കിടന്നോളാം. അപ്പോൾ വേദ പറയാണ്, നമുക്ക് രണ്ടുപേർക്കും കിടക്കാന്നേ, രണ്ടുപേർക്കും കൂടി നിനക്ക് കിടക്കണോ? അയ്യോ വേണ്ട എന്ന്. അപ്പോൾ വേദ കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ വരുമ്പം വിക്രം ദേഷ്യപ്പെടുമ്പോൾ അച്ചമ്മയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവസാനം വേദ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തറയിൽ തന്നെ ഇറങ്ങി കിടന്നോളാം, ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കൂ എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ അടിയൊക്കെ ഇട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ്. അച്ചമ്മയാണെങ്കിൽ റൂമിന് വെളിയിൽ ഇങ്ങനെ കട്ടിലിൽ കാവലി കിടക്കുകയാണ് കേട്ടോ. അതേസമയം അച്ചമ്മ സ്വപ്നം കാണുകയാണ് കേട്ടോ. വേദയും വിക്രമും കൂടെ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നതും അവരൊന്നായി തീരുന്നതും ഒക്കെ അവരുടെ റൊമാൻറ്റിക് സീനുകളൊക്കെ അച്ചമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കാണ്. നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ വേദ എണീറ്റിട്ട് ആകെപ്പാടെ ബോറടിച്ച് എന്താ ഇനി റൂമിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പം അച്ചമ്മ ചോദിക്കുന്നതിന് മറുപടി പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. എന്നിട്ട് വേദ അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. ആപ്പിളൊക്കെ എടുത്ത് കടിച്ച് തിന്നുന്നു, പഴമൊക്കെ എടുത്ത് പൊളിച്ച് തിന്നുന്നു. അങ്ങനെ എല്ലാം കഴിച്ചുകൊണ്ട് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം പതുക്കെ വിക്രം ഉണർന്നു വരുന്നേ ഉള്ളൂ. വിക്രം നോക്കുമ്പം വേദ ആപ്പിൾ തിന്നിട്ട് നിൽക്കുക. അപ്പോഴേക്ക് വിക്രം ചോദിക്കുന്നുണ്ട്, എടി നീ ഇപ്പം ഈ ആപ്പിളും തിന്ന് നിൽക്കുകയാണോ? നിനക്ക് എണീറ്റ് പോകാറായില്ലേ? നേരം വെളുത്തപ്പോഴേ തീറ്റ തുടങ്ങിയോ? പിന്നെ നേരം വെളുത്തിട്ട് എത്ര നേരമായി? എനിക്ക് നല്ല വിശപ്പായി, ഞാനെന്ത് ചെയ്യാനാ? അതുകൊണ്ടാ. എന്നാൽ പിന്നെ നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ആഹാ, അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇന്നലെ നമ്മുടെ ആദ്യ രാത്രി അല്ലായിരുന്നോ? ഇപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം അച്ചമ്മ എന്നോട് ചോദിക്കും കാര്യങ്ങളൊക്കെ, എന്തുണ്ടായിരുന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും ഒക്കെ. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക? ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നും ഞാൻ നിലത്താണ് കിടന്നതെന്നും ഒക്കെ അങ്ങ് പറയട്ടെ.
അപ്പോൾ അച്ചമ്മ അത് വിശ്വസിക്കുമോ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും നീ പറയണ്ട, നീ നിലത്താ കിടന്നേന്നൊന്നും നീ പറയാൻ പോകണ്ട. പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് പറ, ആലോചിക്കേ, ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പം എന്താ പറയേണ്ടത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കുക. വേദയാണേയുള്ള പഴമെല്ലാം തിന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവസാനം വേദ പറയാണ്, ആ ശരി, ഞാൻ ചെന്നിട്ട് നുണ തന്നെ പറയാം. ആ അങ്ങനെ നുണ പറ വേദാളവേ, നീ നുണയല്ലാതെ പിന്നെ എന്താ പറയുന്നത്, നിനക്ക് അങ്ങനെ നല്ല ബുദ്ധി നീ തോന്ന് എന്ന് വിക്രം പറയുക. അപ്പോഴേക്കും വേദ പറയാണ്, ദേ ഞാനിവിടെ ആദ്യ രാത്രിയൊക്കെ ഭംഗിയായിട്ട് നടന്നെന്നാണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്, അതെൻ്റെ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയൊന്നും അല്ലാന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പം അച്ചമ്മയ്ക്ക് ഒരുപാട് മനസ്സിന് വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളെ ഓർത്തിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, അതെന്ത് ഓർത്തിട്ടാണേലും വേണ്ടില്ല, നീ അങ്ങനെ ചെന്നങ്ങ് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയാൻ നീ നിൽക്കണ്ട. അങ്ങനെ വേദ പറയാണ്, ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പറഞ്ഞാൽ വിശ്വസിക്കുമോയെന്ന് അറിയില്ല, എങ്കിലും അച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ പറയാം എന്ന് പറയുക. എന്നിട്ട് അവിടെ നിന്ന് പൂവൊക്കെ തലയിലെ പറിച്ചിടുകയും മുടിയൊക്കെ അഴിച്ചിടുകയൊക്കെ ചെയ്യുക. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, നീ എന്തേ കാണിക്കുന്നത്, ഇപ്പം എന്തിനാ ഇവിടെ നിന്ന് പൂവൊക്കെ അഴിച്ചിരുന്നേ? ഹാ, നമ്മുടെ ആദ്യ രാത്രിയിലായിരുന്നോ, ഇങ്ങനെയൊക്കെ ഒരു സീനില്ലെങ്കിൽ അച്ഛമ്മ എങ്ങനെയാണ് വിചാരിക്കുക, അതുകൊണ്ട് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ വിക്രം പറയാണ്, എന്നാൽ നീ അവിടെ നിൽക്ക്, ഞാനും കൂടെ ഒരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞ വേദയുടെ പൊട്ടൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുകയും സാരിയൊക്കെ ഒന്ന് അലമ്പിയിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ വേദ പറയാണ്, ആഹാ ഇത് കൊള്ളാലോ, ഇതൊക്കെ വിക്രമേട്ടൻ അറിയാമായിരുന്നോ? പിന്നെ എല്ലാ സിനിമയിലെ സ്ഥിര സീനല്ലേ ആദ്യ രാത്രി കഴിയുമ്പം, പിന്നെ അതിത്ര അറിയാനുണ്ടോ? ഇപ്പം നീ കറക്റ്റ് ലുക്ക, നീ ഇറങ്ങി അങ്ങ് ചെന്ന് കള്ളത്തരങ്ങ് പറഞ്ഞ് ഒരു നാണത്തോടെയൊക്കെ അങ്ങ് പോ. അങ്ങനെ വേദ അവിടുന്ന് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ചെല്ലുക, നാണത്തോടു കൂടി അടുക്കളയുടെ ഭാഗത്തേക്ക് ചെല്ലുക. അപ്പം അതിനു മുമ്പ് അച്ഛമ്മ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ സുധാകരൻ മാഷും കമലയും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിപ്പം ഇന്നങ്ങ് പോകും, പിന്നെ എനിക്ക് ആരുമില്ല, ഞാൻ ഇത്രയും മക്കളെ പ്രസവിച്ചു, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്, ആരും എൻ്റെ കൂടെയില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കണം, ആരും ഒന്നും അന്വേഷിക്കാൻ പോലും ഇല്ല എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റുമോ, ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടല്ലേ ഞാൻ മാറി താമസിച്ചത്. അതേടാ, നീ ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് മാറി താമസിച്ചത്, അന്ന് നിന്നോട് ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നീ ഇവിടെ തന്നെ കാണുകയല്ലേ, നീ വേറൊരു കുടുംബമായിട്ട് പോവായിരുന്നോ, എന്നിട്ടിപ്പം എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുമ്പം കമല പറയാ, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാം. അപ്പോൾ സുധാകരൻ മാഷും പറയാണ്, അതേമ്മേ, ഇനിയിപ്പോൾ എല്ലാ മാസമൊക്കെ വന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പോകാം. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയാണ്, വേണ്ടടാ, നീയൊന്നും ഇനി ഇങ്ങോട്ട് വരണ്ട, എല്ലാ മാസവും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുന്നു, എനിക്കിനി നീയൊന്നും വന്നില്ലേലും വേണ്ട, എൻ്റെ പൊന്നുമോള് വരും. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുക, ഏത് പൊന്നുമോള്? അതെ, നിനക്കറിയില്ലേ ഏതാ പൊന്നുമോളെന്ന്? നിൻ്റെ ഇളയ മകൻ്റെ ഭാര്യയുണ്ടല്ലോ വേദ, അവളാ എൻ്റെ പൊന്നുമോള്, അവൾ എല്ലാ മാസവും വന്ന് എന്നെ അന്വേഷിക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല, നിങ്ങൾ ആരും വന്നില്ലേലും അവൾ മതി. നിൻ്റെ മൂത്ത രണ്ട് മരുമക്കളെ പോലൊന്നുമല്ല അവള്, സ്നേഹമുള്ളവളാ, എന്ത് നല്ല കുട്ടിയാ, പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടിയാ, പക്ഷേ എന്തടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്, നല്ല അറിവും സ്നേഹവും ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവും എല്ലാം ഉണ്ട്. അപ്പോൾ ഉടനെ കമലയും പറയുക, ശരിയാ, നല്ല കുട്ടിയാ വേദ, അവള് എല്ലാവരോടും നന്നായിട്ടാണ് പെരുമാറുന്നത്, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, നല്ല അറിവും ഉണ്ടെന്ന് പറയാണ്. അപ്പം അച്ഛമ്മ പറയാണ്, ശരിയാ, അവൾ നല്ല അറിവുള്ള കുട്ടിയാ, കുടുംബസ്നേഹവും ഉണ്ട്. എടാ സുധാകര, നിൻ്റെ വീട്ടിലെ വിളക്കാ അവള്, നിൻ്റെ വീട്ടിലെ നിലവിളക്കാ വേദ, അല്ലെങ്കിൽ നീ നോക്കിക്കൂ, നിൻ്റെ മൂത്ത രണ്ട് മക്കളും ഇങ്ങനായി പോയതെന്താ, അവരുടെ വന്ന ഭാര്യമാർ അവർ രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ടാണ് അവർക്കൊരു മാറ്റവും ഇല്ലാതിരിക്കുന്നത്. ഇനിയിപ്പം നിൻ്റെ മകൻ വിക്രം മാറുന്നത് കണ്ടോണം, വേദ അവനെ മാറ്റിയെടുത്തിരിക്കും, കാരണം അവൾക്കതിനുള്ള കഴിവുണ്ട്, അവൾ കുടുംബത്തിൻ്റെ നിലവിളക്കായിരിക്കും, നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത് ഇനി അവളിലൂടെ ആയിരിക്കും, എൻ്റെ പൊന്നുമോളിലൂടെ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കുമാണ് കേട്ടോ വേദ ഇറങ്ങി വരുന്നത്. വേദയെ കാണുമ്പോഴേ അച്ഛമ്മ നാണത്തോടെ ചോദിക്കുക, മോളെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യ രാത്രിയൊക്കെ, വല്ലതും നടന്നോ? അപ്പോഴേക്കും വേദ പറയാണ്, അതച്ഛമ്മേ, ആദ്യ രാത്രിയൊക്കെ വളരെ നന്നായിരുന്നു, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാണത്തോടു കൂടി അവിടുന്ന് അങ്ങ് പോവാണ്.
അപ്പം ഇത് കാണുമ്പം കമലയ്ക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. വിക്രവും വേദയും കൂടെ പുതിയൊരു ജീവിതം തുടങ്ങിയല്ലോ എന്നൊക്കെ ഓർക്കുമ്പം കമലയെ ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ വേദ അങ്ങോട്ട് പോകുമ്പം കമലയോടായിട്ട് അച്ഛമ്മ പറയുക, കണ്ടോ ആ മാറ്റം കണ്ടോ, അവരൊന്നിച്ചു, ഇനിയിപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം എല്ലാവരും അച്ചമ്മയോട് യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം അച്ചമ്മ ഇങ്ങനെ പറയാണ് വിഷമിച്ചുകൊണ്ട്, എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണോ സുധാകര? 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് നിനക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുക. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല അമ്മേ, അവിടെ കുറേ ജോലികളൊക്കെ തീർക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്നാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവില്ലല്ലോ, ഇന്ന് തന്നെ പോകണം. അമ്മ കുടുംബക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും കൂടി വന്നത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അച്ചമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അച്ചമ്മ പറയാണ്, നിങ്ങളൊക്കെ പോയി കഴിയുമ്പം എനിക്ക് ആകെ വിഷമാവും. ഇവിടെയെല്ലാം നിങ്ങളിരുന്നതും കിടന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിൽ വരും. പിന്നെ ഇനി ഞാൻ ഒറ്റയ്ക്കിങ്ങനെ ഈ വയസ്സാം കാലത്ത് ഈ കിളവി ഒറ്റയ്ക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റി അടിക്കുകയാണ്. അപ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ വിനായകൻ പറയുന്നത്, അച്ഛമ്മേ ഞങ്ങളിപ്പോൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ സ്കൂൾ അവധിക്ക് വന്ന് 2 മാസമൊക്കെ നിൽക്കാൻ. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളില്ലേ, ഞങ്ങൾക്ക് ഓരോ കുടുംബം ഇല്ലേ അച്ഛമ്മ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, എനിക്കെല്ലാം മനസ്സിലാവൂടാ, പക്ഷേ സുധാകര ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും പൊക്കൂ, എന്നാൽ 2 ദിവസം കൂടി വിക്രമും വേദയും ഇവിടെ നിൽക്കട്ടെ, എനിക്കൊരു കൂട്ടിനെന്ന് പറയാം. അപ്പോൾ വേദയ്ക്ക് അര മനസ്സൊക്കെ ഉണ്ട്, സമ്മതമുണ്ട് കേട്ടോ. വേദ അച്ഛമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വിക്രം പറയാണ്, അയ്യോ പറ്റില്ല അച്ഛമ്മേ, 2 ദിവസം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് അച്ഛമ്മയെ കണ്ടോളാം, അതുകൊണ്ട് അച്ഛമ്മ വിഷമിക്കരുത്, ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര പറഞ്ഞ് എല്ലാവരും പോവാണ്. അച്ഛമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് എല്ലാവരെയും യാത്ര പറഞ്ഞ് വണ്ടി കയറ്റി വിടാൻ നിൽക്കുക. അപ്പോൾ സുധാകര മാഷിനോടും കമലയോടുമായിട്ട് പറയാണ് വിക്രത്തിനെയും വേദിയെ അനുഗ്രഹിച്ചുകൊണ്ട്. അവരാണെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സുധാകരൻ മാഷിനോട്, നിൻ്റെ ഈ മരുമകള് അവൾ നിൻ്റെ വീട്ടിലെ വിളക്കാണ് സുധാകര, അവളെ കാത്തുകൊള്ളണം, അവളെ ഒരിക്കലും കൈവിടരുത്. എൻ്റെ പൊന്നു മോളെ, നീ ഇടയ്ക്കിടയ്ക്ക് അച്ചമ്മയെ കാണാൻ വരണേ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെയും വേദയും യാത്രയാക്കുകയാണ്. വണ്ടിയിലൊക്കെ കയറി കഴിയുമ്പം വേദ ടാറ്റയൊക്കെ അങ്ങ് വരെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അച്ചമ്മ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്